നിങ്ങളും എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ജൂലൈ 16 നടന്ന ഒരു അത്ഭുതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കർമ്മലനാഥയുടെ തിരുനാൾ ജൂലൈ 16 ആഘോഷിക്കുന്നത്. അത് 1251 ജൂലൈ 16 അർദ്ധരാത്രിയോടടുത്താണ് പരിശുദ്ധ അമ്മ കർമ്മല ഉത്തരീയവുമായി വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ടിട്ട് എൻ്റെ സാഹോദര്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും അടയാളമായി ഈ ഉത്തരീയം നമ്മൾ ധരിക്കുന്ന സ്കാപ്പലർ, ഈ ഉത്തരീയം ധരിക്കുക എന്ന് സൈമൺ സ്റ്റോക്കിനോട് ആവശ്യപ്പെട്ടത്. വിശുദ്ധ സൈമൺ സ്റ്റോക്ക് അന്നത്തെ കർമ്മലീത്ത സഭയുടെ ജനറൽ അച്ഛനായിരുന്നു. സഭയുടെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റുന്നതിൻ്റെയും അമ്മയുടെ സംരക്ഷണത്തിൻ്റെയും പ്രത്യേകമായ അടയാളമായി അന്നു മുതൽ കർമ്മലീത്ത സഭാംഗങ്ങൾ ഉത്തരീയം ധരിക്കുന്നു. ഞങ്ങൾ അച്ഛന്മാർ ധരിക്കുന്ന ഹാബിറ്റിൽ തന്നെ പരിശുദ്ധ കർമ്മലനാഥയുടെ ആ ഉത്തരീയത്തിൻ്റെ ആ ഒരു വലിയ രൂപം കൂടെയുണ്ട്. അതിൻ്റെ ചെറിയ രൂപമാണ് നമ്മൾ കഴുത്തിൽ ധരിക്കുന്ന ഉത്തരീയം. അമ്മ തൻ്റെ വസ്ത്രം കൊണ്ട്, തിരുവസ്ത്രത്തിൽ സഭയെ പൊതിഞ്ഞു പിടിക്കുന്നു എന്നതിൻ്റെ ഒരടയാളമാണ് കർമ്മല ഉത്തരീയം. നമ്മളെല്ലാവരും കുർബാന കൊള്ളപ്പാടിൻ്റെയൊക്കെ സമയത്ത് ഉത്തരീയ സഭയിൽ അംഗങ്ങളാവുകയും ഉത്തരീയം ആശീർവദിച്ച് അത് കഴുത്തിൽ ധരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരർത്ഥത്തിൽ നമ്മളെല്ലാവരും കർമ്മലീത്ത സഭയിലെ അംഗങ്ങളാണ്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതായത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ കുടുംബത്തിലെ പരിശുദ്ധ അമ്മ ഒരു സഭയുടെ മകളാണ്. സഭയുടെ അമ്മ എന്നതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ മറ്റൊരു അപദാനമാണ് സഭയുടെ മകളാണ്. പരിശുദ്ധ അമ്മ സഭയുടെ മകളാണ്, നമ്മളും സഭയുടെ മക്കളാണ്. ആ ഒരു അർത്ഥത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് ആരുകൂടെയാണ്? സഹോദരി കൂടെയാണ്. ആ സഹോദരിയുടെ വസ്ത്രം അല്ലെങ്കിൽ അമ്മയുടെ വസ്ത്രം സൂചിപ്പിക്കുന്നത് ഞാൻ അമ്മയുടേതാണ്. ഈ ഉത്തരീയം ധരിച്ചുകൊണ്ട് നമ്മൾ ലോകത്തോട് പറയുന്നത് ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ സ്വന്തമായിട്ടുള്ള ഒരാളാണ് എന്ന ഒരു ബാഹ്യമായ നമ്മളോട് തന്നെ പറയുന്ന ഒരു ആന്തരികമായ പ്രഖ്യാപനവും, ഞാൻ ലോകത്തിൻ്റേതല്ല, ഞാൻ പാപത്തിൻ്റേതല്ല, ഞാൻ അശുദ്ധിയുടേതല്ല, ഞാൻ തിന്മയുടേതല്ല, പ്രത്യുത പരിശുദ്ധയായ പരിശുദ്ധ മറിയത്തിൻ്റേതാണ് ഞാനെന്ന് നമ്മളോട് തന്നെയും മറ്റുള്ളവരോടും പ്രഖ്യാപിക്കുകയാണ് ഈ ഉത്തരീയം ധരിക്കുന്നത് വഴി. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പിന്നീട് വാഗ്ദാനം ചെയ്തത്, ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർ നിത്യനരകാഗ്നിയിലേക്ക് തള്ളപ്പെടുകയില്ല എന്ന്. അപ്പോൾ കർമ്മലനാഥയുടെ തിരുനാളിൻ്റെ ഈ ദിവസം ഉത്തരീയ ഭക്തിയുടെ ഒരു തിരുനാൾ കൂടെയാണ്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ എപ്രകാരമാണോ പരിശുദ്ധിയിൽ ജീവിച്ചത്, അപ്രകാരം അമ്മയുടെ തിരുവസ്ത്രത്തിൻ്റെ ആ സംരക്ഷണത്തിൽ അമ്മ പൊതിഞ്ഞു പിടിക്കുന്ന, തിന്മ കാണാതെ അമ്മ പൊതിഞ്ഞു പിടിക്കുന്ന മക്കളായി ജീവിക്കുന്നതിനുള്ള കൃപ നമുക്ക് യാചിച്ചുകൊണ്ട് പരിശുദ്ധ കർമ്മലനാഥയുടെ മാധ്യസ്ഥം വഴി നമ്മൾ ഈ ആലയത്തിൽ, ആവിലായിലെ ഈ പുണ്യഭൂമിയിൽ, അത്ഭുതങ്ങളുടെ ഈ കൂടാരത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരം, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് എണ്ണിയാൽ തീരാത്ത നന്മകൾക്ക് നമുക്ക് ഇന്നേ ദിവസം വളരെ പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബലി നമുക്ക് അർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ അമ്മയുടെ ഈ തിരുവസ്ത്രത്തിന് ചേരാത്ത രീതിയിൽ ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും അങ്ങനെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുകയുമൊക്കെ ചെയ്തിട്ടുള്ള സമയങ്ങളെ ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായി അനുതപിക്കുകയും കരങ്ങളുയർത്തി
21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും ചെയ്യാം. ഈശോയേ, ഈശോ